BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. നൊച്ചിമ 4115 നമ്പർ ശ്രീകൃഷ്ണ വിലാസം NSS കരയോഗം 37 വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും നടത്തി. നൊച്ചിമ മന്നം നഗറിൽ കരയോഗം പ്രസിഡന്റ് K. പിതാമരന്റെ അധ്യക്ഷതയിൽ SNSS ആലുവ താലൂക്ക് യൂണിയൻ പ്രസിഡന്റും NSS ഡയറക്ടർ ബോർഡ് അംഗവുമായ AN വിപിനേന്ദ്രകുമാർ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തു. കരയോഗം വൈസ് പ്രസിഡന്റ് ചന്ദ്രമോഹനൻ നായർ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. NSS ഡയറക്ടർ ബോർഡ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് AN വിപിനേന്ദ്രകുമാറിനെയും കരയോഗത്തിലെ നിസ്വാർത്ഥ സേവനങ്ങൾക്ക് കമ്മിറ്റി അംഗം സദാശിവനെയും കരയോഗം ആദരിച്ചു. സെക്രട്ടറി KN ചന്ദ്രശേഖരൻ പിള്ള, വനിതാ സമാജം സെക്രട്ടറി ഉഷ ബാലകൃഷ്ണൻ, ബാലസമാജം സെക്രട്ടറി കുമാരി ഗായത്രി ജയകുമാർ എന്നിവർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആലുവ താലൂക്ക് യൂണിയൻ സെക്രട്ടറി PS വിശ്വംഭരൻ മുഖ്യ പ്രഭാഷണം നടത്തി. PS വിജയലക്ഷ്മി അനുഗ്രഹ പ്രഭാഷണവും ജയ ഗോപാലകൃഷ്ണൻ SNCS മെമ്പർ ബീന നാരായണ പ്രസാദ് എന്നിവർ ആശംസകളും നേർന്നു. രാജ്യാന്തര തീരദേശ ശുചീകരണ ദിനാചരണത്തിന്റെ ഭാഗമായി സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സ് ആൻഡ് ഇക്കോളജി, മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസ് എന്നിവയുടെ നേതൃത്വത്തിൽ പുതുവൈപ്പ് ബീച്ച് ശുചീകരിച്ചു. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ്, തേവര സേക്രഡ് ഹാർട്സ് കോളേജ്, സെന്റ് ആൽബർട്ട്സ് കോളേജ്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കൊച്ചി യൂണിറ്റ്, ഹരിതകർമ്മസേന, എളങ്കുന്നപ്പുഴ പഞ്ചായത്ത് എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു ശുചീകരണം. ബോധവൽക്കരണവും നടത്തി. ബീച്ചുകളും തീരപ്രദേശങ്ങളും വൃത്തിയുള്ളതും സുരക്ഷിതവുമാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി നടത്തിയ ദിനാചരണം എളങ്കുന്നപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് രസികല പ്രിയരാജ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമസമിതി ചെയർമാൻ ലിഗീഷ് സേവ്യർ അംഗം, ജോയിന്റ് ICC ചീഫ് കോർഡിനേറ്റർ ഡോക്ടർ K. റഷീദ്, പുതുവൈപ്പ് കോർഡിനേറ്റർ C. വാസു, CMLA അണ്ടർ സെക്രട്ടറി PG തനീഷ് എന്നിവർ നേതൃത്വം നൽകി. കണയന്നൂർ താലൂക്ക് ഓഫീസ് ദർബാർ ഹാൾ റോഡിലെ എയർലൈൻസ് ഹൌസിലേക്ക് മാറ്റാൻ അനുമതി ലഭിച്ച് 1 വർഷം കഴിഞ്ഞു. നവീകരണം നടക്കാത്തതിനാൽ താലൂക്ക് ഓഫീസ് പഴയ കെട്ടിടത്തിൽ തന്നെ തുടരുകയാണ്. സർക്കാരിൽ നിന്നും ഫണ്ട് ലഭിച്ചാൽ മാത്രമേ കെട്ടിടം നവീകരിക്കാൻ സാധിക്കൂ. ഇതിനുവേണ്ടി 1 കോടി രൂപയിലേറെ ചെലവ് വരുന്ന പദ്ധതിയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. പാർക്ക് അവന്യൂ റോഡിൽ 150 വർഷത്തിലേറെ പഴക്കമുള്ള പൈതൃക കെട്ടിടത്തിലാണ് കണയന്നൂർ താലൂക്ക് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഒരു കാലത്ത് കൊച്ചി രാജാവിന്റെ സെക്രട്ടേറിയറ്റായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണിത്. പൈതൃക പദവിയുള്ളതിനാൽ ഈ കെട്ടിടത്തിൽ അറ്റകുറ്റപ്പണി നടത്തി അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനാകില്ല. തുടർന്നാണ് എയർ ഇന്ത്യയിൽ നിന്ന് റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത കെട്ടിടത്തിലേക്ക് കണയന്നൂർ താലൂക്ക് ഓഫീസ് മാറ്റാൻ കഴിഞ്ഞ വർഷം ജൂലൈയിൽ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയത്. നേരത്തെ എയർ ഇന്ത്യ എക്സ്പ്രസ് ഓഫീസായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണിത്. 27 സെന്റ് സ്ഥലത്ത് 855 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിലുള്ള ഇരുനില കെട്ടിടമാണിത്. ഈ കെട്ടിടം താലൂക്ക് ഓഫീസാക്കി മാറ്റണമെങ്കിൽ ഒട്ടേറെ നവീകരണം നടത്തണം. പൊട്ടിപ്പൊളിഞ്ഞ ടൈലുകൾ മാറ്റി വിരിക്കണം, സീലിംഗ് മാറ്റണം, വയറിങ്ങുകൾ മാറ്റി ഓഫീസിന് ആവശ്യത്തിനായി ക്യാബിനുകൾ തിരിക്കണം. ഇത്തരം ഒട്ടേറെ നവീകരണ ജോലികൾ ആവശ്യമാണെങ്കിലും ഒന്നും നടന്നില്ല. സംസ്ഥാന ചെറുകിട വ്യവസായ വികസന കോർപ്പറേഷനും കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനിയും പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട്. പക്ഷേ പണം വേണം. റവന്യൂ വകുപ്പിന്റെ പദ്ധതി വിഹിതത്തിൽ നിന്നാണ് പണം അനുവദിക്കേണ്ടത്. TJ വിനോദ് MLA ഫണ്ടിൽ നിന്നും പണം ലഭ്യമാക്കുന്ന കാര്യവും പരിഗണനയിലുണ്ട്. സംസ്ഥാനത്തെ തന്നെ വിസ്തൃതി കൂടുതലുള്ള താലൂക്കുകളിലൊന്നാണ് കണയന്നൂർ. സ്ഥലപരിമിതിയുള്ളതിനാൽ ഫയലുകൾ സൂക്ഷിക്കാനുള്ള സൗകര്യം പോലും നിലവിലെ കെട്ടിടത്തിലില്ല. അറ്റകുറ്റപ്പണി നടത്താനാകാത്തതിനാൽ വൈദ്യുതി വയറിങ്ങിന് തീപിടിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ലാൻഡ് റവന്യൂ കമ്മീഷണർ നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. രണ്ടാം വിള നെൽകൃഷി ആരംഭിക്കുന്നതിനുള്ള സമയം അടുത്തെത്തിയിട്ടും ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിലൂടെ പമ്പിംഗ് ആരംഭിക്കാത്തതിനാൽ കർഷകർ വലയുന്നു. മെതിപ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ പമ്പിംഗാണ് മാസങ്ങളായി നിലച്ചിരിക്കുന്നത്. ചെറുകിട ജലസേചന വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന പദ്ധതിയുടെ വൈദ്യുതി തുക 1.34 കോടി രൂപയോളം കുടിശ്ശിക എത്തിയതോടെ KCB കഴിഞ്ഞ മെയ് മുതൽ പമ്പ് ഹൗസിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിച്ചതാണ് കാരണം. രാമമംഗലം, പമ്പാക്കുട പഞ്ചായത്തുകളിലെ ഹെക്ടറുകളോളം പാടശേഖരങ്ങളിലേക്ക് വെള്ളം എത്തുന്നതും മെതിപ്പാറ പദ്ധതിയിലൂടെയാണ്. പുഴയിൽ നിന്നും പമ്പ് ചെയ്യുന്ന വെള്ളം ഒഴുക്കുന്നതിന് കനാൽ ശുചീകരണവും അനുബന്ധ ജോലികളും അടുത്തിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒക്ടോബറിൽ ആരംഭിച്ച് ജനുവരിയിൽ വിളവെടുത്ത് പൂർത്തിയാക്കുന്നതാണ് രണ്ടാം വിള നെൽകൃഷിയുടെ രീതി. ഇതിന് മുന്നോടിയായി പാടശേഖരങ്ങളിൽ ഉഴവും കാടും നീക്കുകയും ചെയ്യേണ്ട ദിവസങ്ങളാണിപ്പോൾ. വിത്തുപാകി ഞാറ് മുളപ്പിക്കേണ്ടതുണ്ട്. ജലക്ഷാമം മൂലം ഇതുൾപ്പെടെ ജോലികളൊന്നും ആരംഭിക്കാനായിട്ടില്ലെന്നും രാമമംഗലം സെൻട്രൽ പാടശേഖര സമിതി പ്രസിഡന്റ് KJ ബാബു പറഞ്ഞു.
മലയാള സിനിമയിലെ വിസ്മയമായ അമ്മയെ അവസാന നോക്ക് കാണാനും ആദരമർപ്പിക്കാനും ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ച കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിലേക്കും കരുമാലൂരിലെ വീട്ടിലേക്കും ആയിരങ്ങളെത്തി. അത്രമേൽ ഹൃദയത്തോട് ചേർത്ത് വെച്ച മുഖം അവസാനമായി കണ്ടപ്പോൾ ഏറെ പേർക്കും കണ്ണീരടക്കാനായില്ല. കളമശ്ശേരിയിലെ പൊതുദർശനത്തിന് ശേഷം 12:30യോടെയാണ് മൃതദേഹവുമായി ആംബുലൻസ് കരുമാലൂർ പുറപ്പിളിക്കാവിലെ ശ്രീപീഠം വീട്ടിലേക്ക് പുറപ്പെട്ടത്. കവിയൂർ പൊന്നമ്മയുടെ സഹോദരങ്ങളായ മനോജ് കുമാർ, സുരേഷ്, ഗണേഷ്, സഹോദരിമാരുടെ മക്കളായ ദിന, വിനോദ് എന്നിവർ ചേർന്നാണ് അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചത്. സഹോദരി സരസമ്മ അന്ത്യചുംബനം നൽകി. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു ചടങ്ങ്. എംപിമാരായ ഹൈബി ഈഡൻ, ബെന്നി ബെഹനാൻ, MLA-മാരായ TJ വിനോദ്, KN ഉണ്ണികൃഷ്ണൻ, അൻവർ സാദത്ത്, KJ മാക്സി, തോമസ് കെ തോമസ്, മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് വേണ്ടി, AICC അംഗം VV സന്തോഷ് ലാൽ, NCP സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ തുടങ്ങിയ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.